അവർ നമ്മളിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അവരുടെ കാര്യം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അതെങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ പല BJP അടക്കമുള്ള മറ്റ് അതിൽ അധിഷ്ഠിതമായ പല സംഘടനകളും പറയുന്നത് ഈ മുസ്ലിം ലീഗ് അപകടകാരികളാണെന്നാണ്. പക്ഷെ അവർ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി അതെങ്ങനെയാണ് കേരളത്തിൽ അപകടകരമായ രീതിയിലേക്ക് മാറുന്നത്? അങ്ങനെ ഒരു മാറാനുള്ള സാധ്യത ഉണ്ട് അതിനകത്ത്. ഈ ഇത്തരം ഒരു അഭിപ്രായം പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു പറയുന്നത് തീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ അനുയായികളാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ജാതീയമായ വംശീയമായ വേർതിരിവുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള കൂട്ടായ്മകളുണ്ട്, അത് മുസ്ലിങ്ങളിലുണ്ട്, മറയത്താണെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ അതുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള ഒരു സാന്നിധ്യം മാത്രമല്ല, അതോടൊപ്പം തന്നെ അധികാരവും അവരോട് ബന്ധപ്പെട്ട് നിലനിർത്താൻ ഇത്തരം വിഭാഗങ്ങളെല്ലാം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് ബന്ധപ്പെട്ട് ഇത്തരം ജാതീയമായ വംശീയമായ വേർതിരിവുകൾ രൂപപ്പെട്ടെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടൊക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം ലീഗിനൊരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ ആ ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ കൂട്ടിക്കെട്ടാതിരിക്കുകയാണ് ചരിത്രം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിനോടെല്ലാം ബന്ധപ്പെട്ട് ചിന്തിക്കാൻ കഴിവുള്ള ജനത തീരുമാനിക്കേണ്ടത്. കാരണം ഈ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധരാണെന്ന് പറയുന്നൊരു ആശയം ഈ ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദുത്വവാദം അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ശക്തിപ്പെടുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിൻ്റെ ആൾക്കാരായിട്ടുള്ള മുഗൾ ഭരണാധികാരികൾക്കെതിരെയെല്ലാമാണിത് ഐക്യപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ ശത്രുത രൂപപ്പെടുന്നത് മുസ്ലിങ്ങൾക്കെതിരെ. ആ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്ന് പറയുന്ന വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട ശത്രുത എന്ന് പറയുമ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ, പേർഷ്യൻ സംസ്കാരത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ആ ഭരണാധികാരികളുടെ തലമുറയിൽപ്പെട്ടവരല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്ന സാമാന്യ ബോധം BJPയോട് ബന്ധപ്പെട്ട് വരുന്നവരോ ഹിന്ദു മഹാസഭയോട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ അത്ര ആശയം പുലർത്തുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് അതിദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ ദളിതുകളെ പോലെ തന്നെ തുല്യരായിട്ടുള്ള ജനവിഭാഗങ്ങളായിരുന്നു. ഹിന്ദുമതത്തിലെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് മതം മാറിയ വിഭാഗങ്ങളായിരുന്നു ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട. ഈ നമ്മൾ ഇവർ പറയുന്നത് എപ്പോഴും കേട്ടിട്ടുണ്ട്, ബാബറിൻ്റെ പിന്മുറക്കാർ അങ്ങനെയാണ് മുസ്ലിങ്ങളെ പൊതുവെ കാണുന്നത്. അങ്ങനെയല്ലല്ലോ സത്യം. അങ്ങനെയല്ല. അങ്ങനെ ഒരു അവിടെ നമ്മൾ പറഞ്ഞു പേർഷ്യൻ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന രാജാക്കന്മാരുടെ പിൻതലമുറക്കാരാണെന്നുള്ളൊരു വാദമാണ് ഇവർ വെക്കുന്നത്. കാരണം ബാബറുമായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനൊരു ബന്ധമില്ല. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചരിത്രമെടുത്ത് ഇവർ തന്നെ പറയുന്നുണ്ട്, ശുദ്ധി മൂവ്മെൻറ്റും അല്ലെങ്കിൽ മതം മാറ്റം, അതായത് പൂർവ്വമതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അത് തന്നെ എന്താണ്, അതായത് അവരുടെ മതം, അവർ ആദ്യം സ്വീകരിച്ചിരുന്ന മതം എന്ന് പറയുന്ന ഹിന്ദുമതമായിരുന്നു, ആ ഹിന്ദുമതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ എന്നാണ് പറയുന്നത്. അതിൽ തന്നെയുണ്ട്, അതായത് താഴെത്തട്ടിലെ ജനവിഭാഗങ്ങളിൽ നിന്നാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത്. അഥവാ ഇനി ആ ഒരു വിശ്വാസം കൂടെ മാറ്റി നിർത്തിയാൽ തന്നെ കേരളത്തിലേക്ക് എടുത്തു നോക്കാം. കേരളത്തോട് ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട്ടിൽ ഇവിടെ രൂപപ്പെട്ടെന്ന് പറഞ്ഞത് കൊടുക്കൽ വാങ്ങലുടെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ ഒരു വിഭാഗം രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു അജയ ശക്തി തന്നെയായിരുന്നു, മതമൈത്രിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാപ്പിള വിഭാഗം എന്നല്ല നമ്മൾ പ്രകീർത്തിക്കപ്പെടുന്ന വിഭാഗങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യന്മാർക്കെതിരെയാണ് ഇവർ രൂപപ്പെട്ടതാണ് ഈ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്നൊരു ഐക്യം. പക്ഷേ ആ യൂറോപ്യന്മാരുടെ ആഗമനം ഉണ്ടാകുമ്പോൾ അതിന് ചരിത്രമാണ് ഇവർ പരിശോധിക്കേണ്ടത്. ആഗമനം ഉണ്ടാകുമ്പോൾ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. പോർച്ചുഗീസുകാരോട് ബന്ധപ്പെട്ടാണല്ലോ പിന്നീട് ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ആ പോർച്ചുഗീസ് ശക്തിക്ക് ആനയിച്ച് ഇരിപ്പിടമൊരുക്കിയ വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുക്കളായിരുന്നു. ഈ ഹിന്ദുക്കൾ, അതായത് കൊച്ചി രാജാക്കന്മാരോട് ബന്ധപ്പെട്ട് വരുന്ന ആ തലമുറ അല്ലെങ്കിൽ ആ വിഭാഗങ്ങളെല്ലാം തന്നെ കണ്ണൂർ രാജാക്കന്മാരോട് ബന്ധപ്പെട്ടായിട്ട്, അതായത് കേരള തീരത്തുള്ള ഹിന്ദു രാജാക്കന്മാരെല്ലാം ഈ വൈദിക ശക്തികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തൊന്നും തന്നെ, അതായത് ഹൈന്ദവതയോട് ബന്ധപ്പെട്ട് വന്ന അതിൻ്റെ തകർച്ചയിലേക്കാണ് ഇത് മാറിയെന്ന് അവർ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം അവർ നൽകിയില്ല. മറിച്ച് സ്വാതന്ത്ര്യ സമരത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുമ്പോൾ ഹിന്ദുക്കളുടേതായിട്ടൊരു ഐക്യം ഉണ്ടാകുമ്പോഴാണ് ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടാകുന്നു. ആ അഭിപ്രായം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലുണ്ടാകുന്ന എല്ലാ മുസ്ലിങ്ങളും നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് അതൊരു കാഴ്ചപ്പാടാണ് കേരളത്തിലെ ഇത്തരം വിഭാഗങ്ങൾ പുലർത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പം മദൂദിയോട് ബന്ധപ്പെട്ട് വരുന്നൊരു ആശയം, അദ്ദേഹം മുസ്ലിമാണ്. അപ്പോൾ മുസ്ലിമായിട്ടുള്ള അദ്ദേഹം പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭജനത്തോട് ബന്ധപ്പെട്ട് അവിടെ എത്തുമ്പോൾ ആ പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആശിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ദൈവിക ഭരണമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇസ്ലാം മതത്തിനുള്ളിൽ ദൈവിക ഭരണം ഉണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്.
പക്ഷെ കേരളത്തിലെ ജനത എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലൂടെ വന്നിട്ടുള്ള ജനതയുടെ തലമുറയാണ്. ആ തലമുറയിൽ വംശീയമായ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമി സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് അതിലൊരു ന്യൂനപക്ഷം, അതായത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ആ വിഭാഗത്തിൽ തന്നെ ചെറിയൊരു വിഭാഗം വർഗീയമായ ജാതീയമായ അവരുടെ കൂട്ടായ്മ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ നിലനിൽക്കുന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെക്കുന്നില്ല. പക്ഷെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾക്ക് മറ്റു വിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കപ്പെട്ട് ഒരു അജയശക്തിയായിട്ട് മാറാനുള്ളൊരു താല്പര്യം അവർ കാണിക്കില്ല. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ്. കാരണം ഇന്ത്യയിലും മറ്റു പ്രദേശങ്ങളിലും മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പടയോട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ വിഭാഗം രൂപപ്പെടുന്നത്. കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. സമാധാനപ്രിയരായിട്ടുള്ള കച്ചവടക്കാരുണ്ട്, അറബികളായിട്ടുള്ള കച്ചവടക്കാരുണ്ട്. അറേബ്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈ യമനോട് ബന്ധപ്പെട്ട് വരുന്ന ഹദ്രമൗസ് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള കച്ചവടക്കാരായ അറബികളുടെ സന്താന പരമ്പരകളോ അല്ലെങ്കിൽ അവരോടെല്ലാം ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായം ഉണ്ടാകുന്നത്. ആ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ ആശയങ്ങളും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോടെല്ലാം ഇണങ്ങി ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെ തലമുറയാണ് ഇന്ന് ഈ കേരളത്തിലുള്ളത്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഈ എന്താ പറയുന്ന നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരികയോ അല്ലെങ്കിൽ അറേബ്യൻ ദേശയിലുള്ള വംശീയമായ കൂട്ടായ്മയെ പറ്റി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ സംഭാവന ചെയ്തിട്ടുണ്ടാകാം. എങ്കിൽ തന്നെയും കേരളത്തിൽ ഇത്തരം വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരം ഒരു കാഴ്ചപ്പാട് നിലനിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യം കുറവാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു വ്യാപനം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ശശികലയെ പോലുള്ള ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അഭിപ്രായം പറയുന്നതിനെ പറ്റി തന്നെ ചിന്തിക്കേണ്ടത്. അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ച് മദൂദിയെ പോലുള്ള ആളുകൾ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭരണക്രമം ഉണ്ടായാൽ അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടായാൽ അവരുടേതായിട്ടുള്ള ദൈവിക ഭരണം കാഴ്ചവെക്കുമെന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു ഉദാഹരണം അവരുടെ ഇടയിലുണ്ട്. മാത്രമല്ല ഇസ്ലാം മതത്തിനുള്ളിൽ പറയുന്നുണ്ട്, ഇസ്ലാം മതത്തിന്റെ ആശയത്തിൽ തന്നെ പറയുന്ന ഒരു സമൂഹമുണ്ട്, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പ്രദേശമാണ്. അതായത് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രദേശമായിട്ടാണ് ദാറുൽ ഇസ്ലാമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ദാറുൽ ഹർബ് എന്ന് പറയുന്നത്. അവിടെ എന്ന് പറയുന്ന അവിശ്വാസികളാണ്. അപ്പോൾ ദാറുൽ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശം എന്ന് പറയുന്നത് സമാധാനം നിലനിൽക്കുന്ന പ്രദേശമാണ്, ഇസ്ലാമിന് വളരെ വേരോട്ടമുള്ള പ്രദേശമാണെന്ന് പറയുമ്പോൾ അവിടെ മാതൃകാപരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാതൃകാപരമായ ഭൂപ്രദേശങ്ങളായിട്ട് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം അതേ ഭൂമിയോട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള അല്ല ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആശയം ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ദാറുൽ ഹർബ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തുണ്ടാകുന്ന അവിശ്വാസികളായ ആളുകളെ പ്രേക്ഷിത മാർഗത്തിലൂടെയും ജിഹാദിലൂടെയും ഇസ്ലാം മതത്തിൽ കൊണ്ടുവരുമെന്ന് പറയുന്നതും ഇസ്ലാമിൻ്റെ ആശയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ബിജെപിയോട് ബന്ധപ്പെട്ട് വരുന്നവരോ അല്ലെങ്കിൽ തീവ്രമായ ഹൈന്ദവർ പുലർത്തുന്നവരോ മനസ്സിലാക്കുന്നുണ്ടാകും. പക്ഷെ കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ വന്നാൽ സ്വാഭാവികമായും കേരളത്തിലെ ജനവിഭാഗം ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇസ്ലാം മതത്തിന്റെ പ്രതിച്ഛായ തന്നെയാണ് തകരുക എന്നുള്ള കാര്യം ഇത്തരം വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.